So in today's video we are going to create a subscribe animation by using your phone just like this. So without wasting time, let's get into that. I create a new project and select 16:9 ratio. Now select a black screen and extend it to 8 seconds. അതിനുശേഷം എൻ്റെ കളറ് ഒരു ഡാർക്ക് ഗ്രീനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഞാനിവിടെ കാണിക്കുന്ന പോലെ. ഇനി നിങ്ങൾ ലെയറിൽ നോക്കിയിട്ട് അവിടെ മീഡിയ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലോഗോ എടുക്കുക, എന്നിട്ട് ഇവിടെ താഴെ ഡ്രാഗ് ചെയ്യുക. ഇനി അത് കുറച്ച് മിനിമൈസ് ചെയ്തിട്ട് കുറച്ച് നമുക്കിതിന് ക്രോപ്പ് ചെയ്യാനുണ്ട്. അതിനുശേഷം നിങ്ങൾ എനേബിൾ മാസ്ക് കൊടുക്കുക ഇവിടെ ക്രോപ്പിൻ്റെ അവിടെ, എന്നിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ഇവിടെ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോ ആ കറക്റ്റ് സെൻറ്റർ അലൈൻമെൻറ്റിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി അതൊരു 7 സെക്കൻഡ്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ വീണ്ടും ലെയർ എടുക്കുക, മീഡിയ എടുക്കുക, എന്നിട്ട് ഒരു വൈറ്റ് കളർ ഇവിടെ സെലക്ട് ചെയ്യുക ഇമേജസിൽ നിന്ന്. ഇനി അത് കുറച്ച് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ക്രോപ്പിൻ്റെ അവിടെ എനേബിൾ മാസ്ക് കൊടുത്തിട്ട് കേർവ്ഡ് സ്ക്വയർ കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ ക്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലോഗോയുടെ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ഈ ഒരു വൈറ്റ് കളർ വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു 7 സെക്കൻഡിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി വീണ്ടും ലെയർ എടുത്തിട്ട് അതിൽ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ചാനൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് ബ്ലാക്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യണം. ഇനി നിങ്ങളൊരു ബോൾഡ് ഫോണ്ട് എടുക്കണം. ഞാനിവിടെ ലാറ്റിനിൽ നിന്ന് ലീഗ് ഗോത്തിക് എന്ന ഫോണ്ടാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ ആ ടെക്സ്റ്റ് കുറച്ച് ഷോർട്ട് ആക്കുക, അല്ലെങ്കിൽ കുറച്ച് ബിഗ് ആക്കുക. കറക്റ്റ് ആ വൈറ്റിൻ്റെ ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന പോലെ ആക്കുക. ഇനി അതിനുശേഷം അതും ഒരു 7 സെക്കൻഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രിം ടു റൈറ്റ് കൊടുക്കുക കറക്റ്റ് ലെവലിൽ വെച്ചിട്ട്. ഇനി വീണ്ടും നിങ്ങൾ ലെയർ എടുത്തിട്ട് മീഡിയ എടുത്തിട്ട് വീണ്ടും ഇമേജസിൽ നിന്ന് ഒരു റെഡ് കളറ് നിങ്ങൾ സെലക്ട് ചെയ്യുക. കുറച്ച് ഡാർക്ക് ആക്കുക കളർ സെക്ടറിൽ ചെന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുത്തണം. നമ്മുടെ ചാനൽ നെയിമിൻ്റെ കറക്റ്റ് റൈറ്റിലോട്ട് അത് ഡ്രാഗ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ക്രോപ്പ് ചെയ്യുന്ന പോലെ ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എനേബിൾ മാസ്ക് കൊടുത്തിട്ട് ഇവിടെ കേർവ്ഡ് സ്ക്വയർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്രോപ്പിംഗ് ലെവൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതും നിങ്ങൾ ഒരു 7 സെക്കൻഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രിം ടു റൈറ്റ് കൊടുക്കുക. ഇനി വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് അവിടെ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ബോൾഡ് ഫോണ്ട് എടുക്കുക. ഞാനിവിടെ ബെബാസ് ന്യൂ ബോൾഡ് എന്നൊരു ഫോണ്ടാണ് ഞാനിവിടെ സാൻസ് സെറിഫിൽ നിന്ന് എടുക്കുന്നത്. ഈ കറക്റ്റ് ആ റെഡ് കളറിൻ്റെ ഇതുമായിട്ട് സെൻറ്ററിലാക്കുക. അതിനുശേഷം 7 സെക്കൻഡ് എക്സ്റ്റെൻഡ് വീണ്ടും ചെയ്തിട്ട് അത് ട്രിം ടു റൈറ്റ് കൊടുക്കുക കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഈ ലെയേഴ്സിനെല്ലാം ഒരു ഇൻ ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റിനും വൈറ്റും അതുപോലെ റെഡ് ലെയറിനും നമ്മൾ എൻ്റർ സ്ലൈഡ് റൈറ്റ് കൊടുക്കണം ഇൻ ആനിമേഷനായിട്ട്. ഇനി ലോഗോയ്ക്ക് നമ്മൾ ഇൻ ആനിമേഷനായിട്ട് എൻ്റർ സ്ലൈഡ് അപ്പും കൊടുക്കണം. ഞാൻ ഈ ലോഗോ ചെറുതായിട്ടൊന്ന് ചുരുക്കുകയാണ്, ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഈ ഒരു ടൈം ലൈൻ 1 സെക്കൻഡിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് എടുക്കുക. അവിടെ നിന്ന് നിങ്ങൾ കേഴ്സേഴ്സ് എന്നും പറഞ്ഞൊരു സ്റ്റിക്കർ കളയുക. ഇത് നിങ്ങൾ അസറ്റ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്.
ഇവിടുന്ന് നിങ്ങൾ 4ാമത്തെ സ്റ്റിക്കർ എടുക്കുക, അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റിക്കർ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം കറക്റ്റ് ആ ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇച്ചിരി ചെറുതാക്കണം. അത് ഞാൻ കാണിക്കും, ഇച്ചിരി അല്ല, ഒരുപാട് ചെറുതാക്കണം. നമുക്ക് ഈ സ്റ്റിക്കറിന് ഫേഡ് ഔട്ട് കൊടുക്കാം, ഔട്ട് ആനിമേഷനായിട്ട്. ഇനി ആ ഒരു സ്റ്റിക്കർ ടാപ്പ് ചെയ്യുന്ന കറക്റ്റ് സെക്കൻഡിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് എന്നുള്ളിടത്ത് നിങ്ങൾ കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി നമ്മൾ 2ാമത് സ്പ്ലിറ്റ് ചെയ്ത ആ ലെയറിൽ സബ്സ്ക്രൈബ് എന്നുള്ളിടത്ത് ഒരു ഡി, അതായത് സബ്സ്ക്രൈബ്ഡ് എന്ന് ആക്കണം. ഇനി അതിൻ്റെ കളർ നമുക്ക് ഇച്ചിരി ഡാർക്ക് ഗ്രേ ആക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 2ാമത്തെ ടെക്സ്റ്റിന് അനിമേഷനൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇനാനിമേഷനായിട്ട് പോപ്പ് ഔട്ട്വേർഡ് കൊടുക്കാം. ഇറ്റ് വിൽ ബി മോർ ക്ലീനർ. ഈ കറക്റ്റ് ഒരു ടെക്സ്റ്റ് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ആ റെഡ് കളർ ട്രിം ടു റൈറ്റ് കൊടുക്കണം. ഇനി വീണ്ടും സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് കഴ്സർ എടുക്കുക, അതിലെ ഏറ്റവും ആദ്യത്തെ ഉള്ള സ്റ്റിക്കർ എടുക്കുക. അതിനുശേഷം അത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, അതായത് ക്ലിക്ക് എഫക്റ്റ് മാറുന്നതനുസരിച്ച് കറക്റ്റ് അവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വെക്കുക. എന്നിട്ട് അത് ഇച്ചിരി ചെറുതാക്കുക. കറക്റ്റ് ആ വൈറ്റ് ലെയറിൻ്റെ അകത്ത് ആ ബെൽ ഐക്കൺ നിൽക്കണം. ഇനി 7 സെക്കൻഡ്സിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് ട്രിം ടു റൈറ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനും അതുപോലെ ആ വൈറ്റ് ലെയറിനും നമ്മൾ ഔട്ട് ആനിമേഷനായിട്ട് എക്സിറ്റ് സ്ലൈഡ് ലെഫ്റ്റ് കൊടുക്കാം. അതുപോലെ ലോഗോയ്ക്കും ആ ഒരു ബെൽ ഐക്കണിനും നമ്മൾ ഔട്ട് ആനിമേഷനായിട്ട് എക്സിറ്റ് സ്ലൈഡ് ഡൗണും കൊടുക്കാം. ഇനി ഇതിന് നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റ് ഇനിയും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന ആനിമേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഔട്ട് ആനിമേഷൻ പോകുമ്പോഴും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. So now export it in a high quality as possible. ഞാൻ ഇതിൻ്റെ പ്രീസെറ്റ് താഴെ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് നിങ്ങളുടെ ലോഗോയും മാറ്റി കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ ചാനൽ നെയിമിൻ്റെ ടെക്സ്റ്റും മാറ്റി കൊടുക്കുക. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. So we are creating a subscribe animation without the use of Premiere Pro or After Effects, just by using our Kinemaster, nor any templates too. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് ഫാമിലി ഫ്രണ്ട്സുമായിട്ടും ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുമായി ലഭിക്കുന്നതാണ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഔട്ട്, JC.